നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഏകസ്വരമില്ലാതെ മുന്നോട്ടു പോകുന്നതിനിടെ അയോധ്യയിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടന്നു. അയോധ്യ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനുവരി 22-ന് ഒരു പുതുയുഗ പിറവി അയോധ്യയിൽ ഉണ്ടാകും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പ്രധാനമന്ത്രി തന്നെയാകും ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുന്നതും ആദ്യ ആരാധന നടത്തുന്നതും. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. റോഡിന് ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. രാംപത്ത് തുടങ്ങുന്ന ലതാ മങ്കേഷ്കർ ചോക്ക് വരെ റോഡ് ഷോ നീണ്ടു. आज यहाँ 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है. इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे. ജനുവരി 22-ന് എല്ലാവരും വീടുകളിൽ ഒരു ദീപം തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മറുവശത്ത് ശ്രീരാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങുകളുടെ കരട് രൂപരേഖയായി. രാംലല്ലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കിയാണ് പ്രധാനമന്ത്രി ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുക. ആദ്യ ചടങ്ങ് രാമന്റെ മുഖത്തിന് നേർക്ക് കണ്ണാടി കാണിക്കൽ. ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ പ്രധാനമന്ത്രി രാംലല്ലയ്ക്ക് കണ്ണെഴുതും. ഉച്ചയ്ക്ക് 12:29 ആരംഭിച്ച് 84 സെക്കൻഡിനുള്ളിലാകും പ്രാണപ്രതിഷ്ഠ നടക്കുക. ആദ്യ ദീപാരാധന നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും. പ്രധാനമന്ത്രിയും RSS അധ്യക്ഷനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആകെ 5 പേരുടെ സാന്നിധ്യം മാത്രമേ അപ്പോൾ ശ്രീകോവിലുണ്ടാകൂ. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അയോധ്യയിൽ ആര് പോയാലും സമസ്തയുടെ വികാരം വ്രണപ്പെടില്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കോൺഗ്രസ് അയോധ്യയിൽ പോകരുത് എന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ മുഖപ്രസംഗവും ജിഫ്രി തങ്ങൾ പാടെ തള്ളി. സമസ്തയുടെ ദിനപത്രമായ സുപ്രഭാതത്തിലാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലെ ക്ഷണം സംബന്ധിച്ച കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടത്. ഇതിനു പിന്നാലെ ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് മുഖപ്രസംഗം തള്ളി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. മുഖപ്രസംഗം സമസ്ത നിലപാടല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നയം സ്വീകരിക്കാമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അയോധ്യയിൽ നിന്നപ്പോൾ ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു, ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ ഇവിടെ ഇന്ത്യ രാജ്യമല്ലേ. അല്ല, കോൺഗ്രസ് ആരും എവിടെ പോയാലും സമുദായത്തിന്റെ വികാരത്തിന് ഒരു പ്രശ്നമില്ല. സമുദായത്തിന്റെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നരേന്ദ്രമോദി സർക്കാരിന്റേതെന്നാണ് പൊതുവിലയിരുത്തൽ. അതിനാൽ സംസ്ഥയുടെ അതേ നിലപാടാണ് ലീഗും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെയാണ് സുപ്രഭാതം മുഖപ്രസംഗം കോൺഗ്രസിനെ സംശയനിഴലിൽ നിർത്തിയത്. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മോറയിൽ അക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പുണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു എന്ന വിവരം പുറത്തുവരുന്നു. പ്രദേശത്തെ 2 വീടുകൾ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അച്യുതൻ. റിജിത്ത്, ഇന്ന് വൈകിട്ട് 3:30 ഈ അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മൊറയിലാണ് ഇത്തരമൊരു സംഘർഷം. അത് സുരക്ഷാ സേനയും ഒപ്പം അക്രമികളും തമ്മിൽ ഒരു വെടിവയ്പുണ്ടായത്. സുരക്ഷാ സേന സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നായിരുന്നു സേനയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഇതിൽ സേനയുടെ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും അസം റൈഫിൾസിന്റെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നതുമായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ അക്രമികൾ ഈ പ്രദേശത്തെ മൊറയിലെ 2 വീടുകൾക്ക് തീയിടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. സേനയ്ക്ക് നേരെ വെടിയുതിർത്തതിനോടൊപ്പം തന്നെ ഈ IED പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ആക്രമണം നടന്നതിന് പിന്നാലെ അക്രമികൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രദേശത്ത് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ സേനയുടെ നടപടിയും ഇതിനോടൊപ്പം തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും സാഹചര്യം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള വിവരങ്ങളാണ് മണിപ്പൂരിൽ നിന്നും ലഭിക്കുന്നത്. അച്യുതൻ, കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയായിരുന്നില്ല. അതിനിടയിൽ ഇങ്ങനെ ഒരു വെടിവെപ്പിലേക്കൊക്കെ എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോയത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ അച്യുതൻ?
റിജിത്ത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഈ അക്രമികൾ ഈ സേനയുടെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുന്നത്. സേന ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് നടത്തിയ പെട്രോളിങ്ങിനിടയിലാണ് ഈ അക്രമികളുടെ ഭാഗത്തു നിന്ന് വെടിവയ്പ് ഉണ്ടാവുന്നത്. ഇതിനെ പ്രതിരോധിക്കുവാനാണ് ഈ സേനയും തിരിച്ച് വെടിവെക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെ ഒരു അജ്ഞാതൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെട്ട നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം രാവിലെ കണ്ടെത്തിയിരുന്നത്. എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധമില്ല എന്നുള്ളതാണ് സേന വ്യക്തമാക്കുന്നത്. അത് ഇംഫാലിലാണ് ആ ഒരു അജ്ഞാതൻ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇത് നടക്കുന്നത് മൊറൈ മേഖലയിലാണ്. എന്തായാലും ആ രണ്ട് സംഭവങ്ങൾക്ക് തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ അക്രമം നടത്തിയ പ്രതികൾക്കായിട്ടുള്ള ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. മൊറയിൽ അക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പുണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. അക്രമികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്ത്. VM സുധീരനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തെത്തി. സുധീരന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാനുള്ള വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് K സുധാകരൻ തുറന്നടിച്ചു. അയോധ്യ വിഷയം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായില്ലെന്ന് പറഞ്ഞ് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഒഴിഞ്ഞുമാറി. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കാണ് KPCC എക്സിക്യൂട്ടീവ് യോഗം സാക്ഷിയായത്. 2 വർഷമായി നേതാക്കൾ തന്നോട് കൂടിയാലോചന നടത്തുന്നില്ല എന്ന് VM സുധീരൻ വിമർശിച്ചു. 2 ഗ്രൂപ്പിൽ നിന്ന് 5 ഗ്രൂപ്പായത് മാത്രമാണ് നേതൃത്വത്തിന്റെ നേട്ടമെന്നും സുധീരൻ വിമർശിച്ചു. ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് K സുധാകരൻ പരസ്യമായി മറുപടി പറഞ്ഞത്. മിനിറ്റുകൾക്കുള്ളിൽ ഈ അഭിപ്രായം KPCC അധ്യക്ഷൻ ഇങ്ങനെ തിരുത്തി. ഇല്ല ഞാൻ ഇല്ലെന്നാ പറഞ്ഞു, സഹകരിക്കാനില്ല എന്നാ പറഞ്ഞത്. അത് അങ്ങനെ പറയുന്നില്ല, ഞാൻ പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാൻ മാത്രമേ ഞാൻ അതിന് വില കൽപ്പിക്കുന്നുള്ളൂ. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ തീരുമാനമെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. Our party has not responded on this point. As soon as the party will respond, definitely the party will respond. As soon as the call will be taken, it will be deliberately, not deliberately. You people are asking this, but yes, the answer will be given from the AICC headquarter press conference. സർക്കാരിനെതിരെ KPCC നയിക്കുന്ന കേരള ജാഥ ഈ മാസം 21-ന് തുടങ്ങും. പുനഃസംഘടനയിൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്ന പരാതി ദീപാദാസ് മുൻഷിയോട് A ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചു. 24 തിരുവനന്തപുരം. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പുനർനിയമന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജിയുമായി സംസ്ഥാന സർക്കാർ. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി. പുനർനിയമന വിഷയത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുണ്ടായെന്ന കണ്ടെത്തൽ തെറ്റാണ് എന്നാണ് വാദം. പുനർനിയമന വിഷയത്തിൽ ബാഹ്യ ഇടപെടലായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ശരിവെച്ച ഹൈക്കോടതി വിധി അങ്ങനെ സുപ്രീം കോടതി റദ്ദാക്കി. പുനർനിയമന ഉത്തരവ് ചാൻസലറാണ് പുറത്താക്കിയതെന്ന് സുപ്രീം കോടതി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ തീരുമാനത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുണ്ടെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിഗമനം. ഈ കണ്ടെത്തലിനെയാണ് പുനഃപരിശോധനാ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത്. നിയമനം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ അട്ടിമറി സർക്കാർ നടത്തിയിട്ടില്ല എന്ന് പുനഃപരിശോധനാ ഹർജി അവകാശപ്പെടുന്നു. ഗൗരവകരമായ പരാമർശങ്ങൾ വിധിയിലുള്ളത് മറ്റു കേസുകളിലും സർക്കാരിന് തിരിച്ചടിയാകുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപരിശോധനാ ഹർജി. പുതുവത്സരാവധിക്ക് ശേഷം തുറക്കുമ്പോൾ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസവും SFIയുടേതടക്കം പ്രതിഷേധവും കണക്കിലെടുത്ത് ഗവർണറുടെ സഞ്ചാരപഥത്തിൽ മാറ്റം വരുത്തി പോലീസ്. വെള്ളയമ്പലം പാളയം വഴി എയർപോർട്ടിലേക്ക് പോകുന്നതിന് പകരം രാജ്ഭവനിൽ നിന്നും കുറവൻകോണം കുമാരപുരം വഴിയാണ് ഇത്തവണ ഗവർണർ എയർപോർട്ടിൽ എത്തിയത്. അതേസമയം ജനറൽ ആശുപത്രിക്ക് സമീപം ഗവർണർക്കെതിരെ ഇന്നും SFIയുടെ പ്രതിഷേധം നടന്നു. ഫിയർലെസ് 53 എന്ന ബാനർ ഉയർത്തിയാണ് SFI പ്രതിഷേധിച്ചത്. എയർപോർട്ടിലെത്തിയ ഗവർണർ മാധ്യമങ്ങളെ കാണാതെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. പത്തനംതിട്ട മൈലപ്രയിൽ 72-കാരനെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മൈലപ്ര പുതുവേലിൽ സ്റ്റോഴ്സ് ഉടമ ജോർജ് ഉണ്ണുണ്ണിയാണ് കൊല്ലപ്പെട്ടത്. മോഷണത്തിനിടെയുള്ള കൊലപാതകം എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരുകിയ നിലയിലായിരുന്നു മൃതദേഹം. പത്തനംതിട്ട മൈലപ്ര ജംഗ്ഷനിൽ ദീർഘകാലമായി വ്യാപാരിയായ 73-കാരൻ ജോർജ് ഉണ്ണുണ്ണിയെയാണ് കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല മോഷണം പോയിട്ടുണ്ട്. കടയിലെ CCTVയുടെ ഹാർഡ് ഡിസ്കും എടുത്തുമാറ്റിയ നിലയിൽ. മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പത്തനംതിട്ട SP V. അജിത്ത്.
നമുക്ക് പ്രാഥമികമായിട്ട് വന്ന് കണ്ടതിൽ തോന്നുന്നത് ഇതൊരു മേശയുടെ ഡ്രായി കിടന്ന പൈസയൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഒരു പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു മർഡറിൻ്റെ ലൈനിലാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എവിഡൻസ് കളക്ഷനൊക്കെ ഇതിനകത്ത് ഒന്നാമത് നല്ല ഇരുട്ടുമാണ്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ അതെല്ലാം ചെയ്യുള്ളൂ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിൽ ഞെട്ടലിലാണ് നാട്ടുകാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നാടിന് ഒരു ഉപദ്രവം ചെയ്യുന്ന ആളല്ല. കച്ചവടം നടത്തി ജീവിക്കുന്നു. നല്ല പ്രായമുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. റോഡിലെയും സമീപത്തെ വീടുകളിലെയും CCTV-കൾ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം നാളെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആശുപത്രിയിലേക്ക് മാറ്റുകയുള്ളൂ. 24 പത്തനംതിട്ട. പൽവൽ മധുര റൂട്ടിൽ ട്രാക്കിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് സംസ്ഥാനത്ത് 18 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. 6 ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ജനുവരി 29 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള സർവീസുകൾ റദ്ദാക്കി. എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ തുരന്തോ എക്സ്പ്രസ് ജനുവരി 16, 23, 30, ഫെബ്രുവരി 6 തീയതികളിൽ സർവീസ് നടത്തില്ല. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, റദ്ദാക്കിയ ട്രെയിനുകൾ, അവയുടെ സമയം, കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? റീജിത്ത്, ട്രാക്കിൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായാണ് കേരളത്തിൽ നിന്നുള്ള ദീർഘദൂര ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കിയത്. 18 ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയത്. 6 സർവീസുകൾ വഴി തിരിച്ചുവിടും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിൻ ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ നിരവധി മലയാളികൾ ഡൽഹിക്കും മറ്റും യാത്ര ചെയ്യുന്നൊരു ട്രെയിനാണ്. ഒപ്പം എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ തുരന്തോ എക്സ്പ്രസ്, കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. 18ഓളം ട്രെയിനുകളും കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നവയാണ്. കഴിഞ്ഞ ദിവസം റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി 10 ട്രെയിനുകൾ റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 18 ട്രെയിനുകൾ കൂടി റദ്ദാക്കുന്നത്. എന്തായാലും ഇത് യാത്രക്കാരെ സംബന്ധിച്ച്, ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. റീജിത്ത്, ശരി. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കേന്ദ്രത്തിനെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമാക്കി ഗുസ്തി താരങ്ങൾ. വിനേഷ് ഫോഗട്ട് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പുരസ്കാരങ്ങൾ വെച്ചു മടങ്ങി. അർജുന അവാർഡ് ഫലകവും ഖേൽരത്ന പുരസ്കാരവുമാണ് വിനേഷ് ഉപേക്ഷിച്ചത്. പുരസ്കാരം തിരികെ നൽകുമെന്ന് താരം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. വൈകിട്ട് കാൽനട പ്രതിഷേധവുമായാണ് താരം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെത്തിയത്. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് താരം അവാർഡുകൾ തിരികെ നൽകിയത്. ഇനി ശബരിമല വാർത്തകളിലേക്കാണ് ശരണം സന്നിധാനം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. ജനുവരി 15-നാണ് മകരവിളക്ക്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നട തുറന്നു. പിന്നീട് ആഴിയിൽ അഗ്നി പകർന്നു. ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും നല്ല തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജനുവരി 15-നാണ് മകരവിളക്ക്. 12-ന് എരുമേലിപ്പേട്ടത്തുള്ളൽ നടക്കും. 13-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. മണ്ഡലകാലത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ പിഴവുകൾ പരിഹരിച്ച് തീർത്ഥാടകർക്ക് സുഗമമായ ദർശനമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ പോലീസും ദേവസ്വം ബോർഡും ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവിടെ വെച്ച് വ്യക്തമായിട്ടുള്ള ബ്രീഫിംഗ് എന്തൊക്കെ ചെയ്യേണ്ടതാണ്, എങ്ങനെ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം ഉണ്ടാക്കണം, എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അവരവരെ പോയിന്റ് ഡ്യൂട്ടിയും മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഓഫീസേഴ്സ് അവരവരെ ജോലി സ്ഥലമൊക്കെ ചെല്ലുന്നുണ്ട്. ശബരിപീഠം മുതൽ സന്നിധാനം വരെ 36 കേന്ദ്രങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ വിന്യസിച്ചു. ഇവിടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും സേവനമുണ്ടാകും. 24 പത്തനംതിട്ട. പുതുവത്സരാഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണം. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ ആൾക്കൂട്ട നിയന്ത്രണത്തിന് 1000-ലേറെ പോലീസുകാരെ വിന്യസിക്കും. തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേക പരിശോധനകളും ഉണ്ടാകും. ബീച്ചുകളിലും ഹോട്ടലുകളിലും രാത്രി 12 മണിക്ക് ശേഷം ആഘോഷം അനുവദിക്കില്ല. ന്യൂ ഇയർ ആഘോഷം കനത്ത സുരക്ഷാ വലയത്തിൽ. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തോളം പേരെത്തിയ ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ ആളുകളുടെ എണ്ണം 1.5 ലക്ഷമായി പരിമിതപ്പെടുത്തും. പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ പ്രവേശനം 40,000 പേർക്ക് മാത്രം. ഒരു കാരണവശാലും ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ അനുവദിക്കില്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മഫ്തിയിൽ വനിതാ പോലീസുകാർ ഉണ്ടാകും.
നിരീക്ഷണത്തിനായി 100 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിവരെ മാത്രമേ ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും ബാരിക്കേഡ് ഉപയോഗിച്ച് തടയും. 12 മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിച്ചാലും ഒറ്റയടിക്ക് ആഘോഷങ്ങൾ അവസാനിപ്പിക്കില്ല. ചെറിയ കലാപരിപാടികൾ നടത്തി ആളുകൾക്ക് മെല്ലെ പുറത്തു പോകാൻ അവസരമുണ്ടാക്കും. രാത്രി 12 മണിക്ക് ശേഷം ഇടതടവില്ലാതെ KSRTC സ്വകാര്യ ബസ് സർവീസുകളും നടത്തും. അതേസമയം വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള പാപ്പാഞ്ഞിയെ മാറ്റണമെന്ന RDOയുടെ ഉത്തരവിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണറും മുന്നറിയിപ്പുമായി എത്തി. 13 DYSPമാർ, 25 ഇൻസ്പെക്ടർമാർ, 60 SIമാർ ഉൾപ്പെടെ 1000-ൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സിറ്റിയിലും മറ്റ് ഭാഗങ്ങളിലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2000-ഓളം പോലീസുകാരെ സിറ്റിയിൽ മാത്രം ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന മാനവീയം വീതിയിലും ശംഖുമുഖം, കോവളം, വർക്കല ബീച്ചുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കും. മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ നടത്തും. ബീച്ചുകളുടെയും ഹോട്ടലുകളിലെയും ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല. അത് എല്ലാ വർഷം ചെയ്യുന്നതാണ്. ബാരിക്കേഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട്. എൻട്രി ഇനി നമ്മൾ 12 മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല, ഏത് ബീച്ചാണെങ്കിലും. പിന്നെ ഹോട്ടൽസിലെ DJ പാർട്ടീസ് ആണെങ്കിൽ 12:30 വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുസാറ്റിലെ ദുരന്തം 2022-ലെ പുതുവത്സരാഘോഷത്തിനിടെ ഫോർട്ട് കൊച്ചിയിൽ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടം ഇവ രണ്ടും മുന്നിൽ കണ്ടാണ് കർശന സുരക്ഷ. 24 കൊച്ചി. സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ രാത്രി 8 മണിവരെ മാത്രം. പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതുവത്സര ദിനത്തിൽ നേരത്തെ അടയ്ക്കുന്നത്. സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണം എന്നാണ് പമ്പ് ഉടമകളുടെ ആവശ്യം. പുതുവത്സര തലേന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇറങ്ങുന്നവർ നേരത്തെ വാഹനങ്ങളിൽ ഇന്ധനം നിറച്ചു വെക്കേണ്ടി വരും. രാത്രി 8 മണി മുതൽ 1 രാവിലെ 6 മണി വരെ പമ്പുകൾ അടച്ചിടാനാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി തവണയാണ് പെട്രോൾ പമ്പുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങൾ നടന്നത്. കേരളത്തിലെ പെട്രോൾ പമ്പുകളുടെയും ആ വർക്ക് പമ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരണം. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്ത് കളമശ്ശേരിയിലെ തീപിടുത്തം, ബോംബേറും പെട്രോൾ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി, 5 പേര് മരിച്ചു. ഇതൊരു സൂചന ആയിട്ടാണ് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇത് ചെയ്യുന്നത്. നേരത്തെ ഞങ്ങളുടെ കമ്മിറ്റി ആലോചിച്ചിരുന്നത് ജനുവരി 1 മുതൽ കേരളത്തിലെ എല്ലാ പമ്പുകളും രാത്രി 10-ന് ശേഷം അടയ്ക്കാനായിരുന്നു. സൂചനാ പ്രതിഷേധം സർക്കാർ ഗൗനിച്ചില്ലെങ്കിൽ രാത്രികളിൽ പൂർണ്ണമായി പമ്പുകൾ അടച്ചിടേണ്ടി വരുമെന്നാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്നതുപോലെയുള്ള നിയമം വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. 24 കൊച്ചി, പാലക്കാട്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കോന്നി അടവിക്കോ ടൂറിസം സെന്ററിൽ കുട്ടവഞ്ചി യാത്രക്കാരുടെ സഞ്ചാരപാതയിൽ കാട്ടാനിറങ്ങി. കല്ലാറിന് കുറുകെയാണ് കാട്ടാന എത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ആ ദൃശ്യങ്ങൾ. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ശ്രീത്ത്, ഈ മേഖല ഒരു വനപ്രദേശമാണ്, തീർത്തും വനത്താൽ ചുറ്റപ്പെട്ട ഒരു മേഖല. അതിന് കുറുകെയാണ് കല്ലാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കല്ലാറിൽ സ്ഥിരമായ പ്രദേശങ്ങളിലൊക്കെ കാട്ടാന ഉള്ളതാണ്. പക്ഷേ ഇങ്ങനെ കുട്ടവഞ്ചി സവാരിക്കിടെ ഒരു കാട്ടാന ഇറങ്ങുന്നത് ഇതാദ്യമാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ഈ കുട്ടവഞ്ചി തൊഴിൽക്കാരും ഒക്കെ പറയുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ മനോഹരമാണ്. കാട്ടാന ആ പ്രദേശത്ത് വരുന്നു, സമീപത്തു കൂടി കുറച്ചു നേരം ഇറങ്ങുന്നു. അപ്പോൾ തന്നെ കുട്ടവഞ്ചിക്കാർ പുറത്തേക്കും മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ കാട്ടാന അവിടെ നിന്ന് മാറി നേരെ ആ കുറുകെ, കല്ലാറിന് കുറുകെ ഈ യാത്രക്കാരെയും അതുപോലെ തന്നെ കുട്ടവഞ്ചിക്കാരെയും ഒക്കെ ഒന്ന് നോക്കി നേരെ തൊട്ടപ്പുറത്ത് ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയായിരുന്നു സംഭവം എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും രസകരമാണ് കാഴ്ച. പക്ഷേ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഇത്തരത്തിലൊന്നും അപകടം ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഒരു ഘട്ടത്തിൽ അവരും പറയുന്നത്. നിരവധി തവണ ഇത്തരത്തിൽ കാട്ടാനകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ കാട്ടാനകൾ ഇങ്ങനെ കുട്ടവഞ്ചിക്കാരുടെ ഇടയിൽ, കുട്ടവഞ്ചി സവാരിക്കിടയിൽ ഇങ്ങനെ പോകുന്നത് ആദ്യമാണെന്നും പറയുന്നു. ദൃശ്യങ്ങൾ മനോഹരമാണ്. പക്ഷേ ചെറിയൊരു ആശങ്ക ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇതിന് കുറുകെ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ആളുകളൊക്കെയുള്ള സമയത്ത് കാട്ടാന കടന്നു പോകുന്നത്. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൊടുക്കാം. വീഡിയോ തന്നെ
ഒന്ന് നേരെയാക്കി ഇല്ല, ഒട്ടും ഉപദ്രവിക്കൂല. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീത്ത്, ഈ സഞ്ചാരപാതയിൽ ഇങ്ങനെ ഇതൊരു പതിവുള്ള കാഴ്ചയല്ല. ഈ യാത്രക്കാരൊക്കെ പേടിച്ചോ ശ്രീത്ത്? തീർച്ചയായും യാത്രക്കാർ പേടിച്ചിട്ടുണ്ടോ ആ കുട്ടികളുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അവർ ചോദിക്കുന്നുണ്ട് കാട്ടാരെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു സഞ്ചാരി തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ അടവിയിൽ ഇത്തരത്തിൽ കാട്ടാനകൾ ഈ കുട്ടവഞ്ചിക്കാർ സ്ഥിരമായി തുഴയുന്ന മേഖലയിലൂടെ കടന്നു പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയല്ല. ആ പ്രദേശത്ത് വെള്ളം കുടിച്ചൊക്കെ ആനകൾ രാത്രിയും അതുപോലെ തന്നെ ഈ ആളുകൾ ഇറങ്ങുന്നതിന് മുൻപ്, കൂട്ടമായ ആളുകൾ ഇറങ്ങുന്നതിന് മുൻപ് കാട്ടാനകൾ കടന്നു പോകുന്നതൊക്കെ പതിവാണ്. പക്ഷെ ഇങ്ങനെ ഈ സഞ്ചാര പദത്തിൽ വരുന്നത് ആദ്യമാണ്. അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ കുട്ടവഞ്ചി തുഴഞ്ഞു പോകുന്ന സമയത്ത് ആ പ്രദേശത്തൂടെ പോകുന്നത് ആദ്യമാണ്. ചെറിയൊരു ഭയപ്പാടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഈ കൊമ്പൻ ഉണ്ടാക്കിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുകളെയൊക്കെ ഒന്ന് നോക്കി അതിനുശേഷം അങ്ങോട്ട് ക്രോസ് ചെയ്ത് തൊട്ടപ്പുറത്തോട്ട്. ശ്രീതി, ആനയെ കണ്ടതിന്റെ സന്തോഷമൊക്കെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഇനി ഈ യാത്രയിൽ നമ്മൾ ഈ കുട്ടവഞ്ചി യാത്രയിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഉണ്ടല്ലോ ഈ ദൃശ്യങ്ങളിൽ ശ്രീത്. തീർച്ചയായും രജിത്ത്, അതായത് ഈ പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കല്ലാർ ഒഴുകുന്നുണ്ട്, ചുറ്റും വനപ്രദേശമാണ്, നിരവധി കാട്ടാനകളും അതുപോലെ തന്നെ വന്യമൃഗങ്ങളും ഒക്കെയുള്ള പ്രദേശമാണ്. സ്വാഭാവികമായി കുട്ടവഞ്ചി യാത്രയിൽ അതിനുവേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കണം. എന്തായാലും സർക്കാരിന്റെ ഫോറസ്റ്റിന്റെ ഒരു സംവിധാനമാണ് ഇക്കോ ടൂറിസം സെന്ററാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പുറത്തോട്ട് വീണ ഒരു തേനീച്ച കൂട് പുറത്തേക്ക് വീണ് നിരവധി പേർക്ക് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രദേശത്ത് തന്നെയാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാട്ടാന ഇറങ്ങുന്നത്. ചെറിയൊരു ഭീതിയൊക്കെ ഉണ്ട്. പക്ഷേ സഞ്ചാരികൾക്ക് ഈ കാട്ടാനയെ കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ വലിയ സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ഭീതിയും ഈ ഒരു ഘട്ടത്തിൽ മറച്ചു വെക്കുന്നില്ല. ശരി, കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിൽ കുട്ടവഞ്ചി യാത്രക്കാരുടെ സഞ്ചാരപാതയിലാണ് കാട്ടാന ഇറങ്ങിയത്. കല്ലാറിന് കുറുകെയാണ് കാട്ടാന എത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായാണ് കുട്ടവഞ്ചി യാത്രക്കാരുടെ ഈ സഞ്ചാരപാതയിലേക്ക് കാട്ടാന എത്തുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ആ യാത്രയിൽ, കുട്ടവഞ്ചി യാത്രയിൽ അല്പം കൂടിയൊക്കെ ജാഗ്രത ഇനി പുലർത്തേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ. എന്തായാലും യാത്രക്കാരൊക്കെ അല്പം പേടിച്ചുവെങ്കിലും മനോഹരമായ കാഴ്ചയായിരുന്നു. കുട്ടവഞ്ചി യാത്രികരുടെ സഞ്ചാരപാതയിൽ കാട്ടാന നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇല്ല, ഒട്ടും ഉപദ്രവിക്കൂല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. തിരിഞ്ഞിറങ്ങി വരിക റോഡിലൊക്കെ സാധ്യതയുണ്ടല്ലേ? മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവുമായി കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസ് LDF നേതൃത്വത്തിന് കത്ത് നൽകി. മന്ത്രിസ്ഥാനം വെച്ചുമാറാനുള്ള NCPയിലെ ധാരണ പാലിക്കാൻ ഇടപെടണം എന്നാണ് ആവശ്യം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും കത്ത് നൽകും. മന്ത്രി AK ശശീന്ദ്രനാണ് NCPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ളത്. വെച്ചുമാറാൻ ധാരണയുണ്ടെന്ന അവകാശവാദവുമായി തോമസ് കെ തോമസ് പലതവണ രംഗത്ത് വന്നെങ്കിലും ദേശീയ നേതൃത്വം കൈവിട്ടു. ഇതോടെയാണ് LDF നേതൃത്വത്തെ സമീപിച്ചത്. ഇന്നലെ വൈകിട്ട് AKG സെന്ററിലെത്തിയാണ് കൺവീനർ EP ജയരാജന് കത്ത് നൽകിയത്. മന്ത്രിസ്ഥാനം തുല്യമായി വീതം വെക്കണമെന്ന NCPയിലുണ്ടായ ധാരണ നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 MLA-മാർക്കും തുല്യ പരിഗണന നൽകണമെന്നാണ് ശരത് പവാർ നിർദ്ദേശിച്ചത്. ഈ ധാരണയെപ്പറ്റി PC ചാക്കോയ്ക്കും അറിവുള്ളതാണ്. ഇനി മുഖ്യമന്ത്രിക്ക് കൂടി കത്ത് നൽകുമെന്ന് തോമസ് കെ തോമസ് 24-നോട് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ എടുത്തൊരു തീരുമാനമുണ്ട് പാർട്ടിയായിട്ട്. അത് നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതനുസരിച്ചുള്ള ലെറ്റർ EP ജയരാജന് കൊടുത്തിട്ടുണ്ട്. അല്ല, കത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള ടൈം അടിച്ചുകൊണ്ട് ഞാൻ കൊടുക്കും. കാരണം പിന്നെ സംശയമില്ല, കൊടുക്കണമല്ലോ. കാരണം ഇത് ഒരു മുഖ്യമന്ത്രി ആണല്ലോ തീരുമാനിക്കാൻ. ശരത് പവാർ തീരുമാനം അറിയിച്ചാൽ മാത്രമായിരിക്കും LDF ഈ ആവശ്യം പരിശോധിക്കുക. എന്നാൽ മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലെന്നാണ് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ നിലപാട്. 24 ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നോട് 3 സീറ്റ് ആവശ്യപ്പെടാൻ ഉറച്ച് കേരള കോൺഗ്രസ് എം. സമയമാകുമ്പോൾ അർഹതപ്പെട്ടത് ചോദിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. മധ്യ കേരളത്തിൽ LDF-നുണ്ടായ നേട്ടങ്ങൾ കേരള കോൺഗ്രസ് എം വന്നതോടെയാണെന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക്. ഇത് ഉയർത്തിക്കാട്ടി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസ് എം ശ്രമിക്കുന്നത്. പാർട്ടിക്ക് ശക്തി വർദ്ധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾ എടുത്തു പറയുന്നു.
ഏതാണ്ട് 127 നിയോജകമണ്ഡലങ്ങളിൽ പാർട്ടിക്ക് കമ്മിറ്റിയുണ്ട്. ഈയിടെ ഞങ്ങൾ ഫണ്ട് കളക്ഷന് വേണ്ടി എല്ലാ ജില്ലകളിലും പോയിരുന്നു. വളരെ നല്ല സഹകരണമുണ്ടായി. അപ്പോൾ പാർട്ടിക്ക് വലിയ വളർച്ച ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM-നെ വെറുപ്പിച്ചുകൊണ്ട് സീറ്റ് നേടിയെടുക്കാനാകില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിന് അറിയാം. അതുകൊണ്ട് തന്നെ UDF-ൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നത് പോലെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കില്ല. ഞാനൊരു കാര്യം അടിവരായിട്ട് പറയാം. കേരള കോൺഗ്രസിന് 3 സീറ്റിന് അർഹതയുണ്ട്. പക്ഷേ അതൊന്നും ചർച്ച ചെയ്യാനുള്ള സമയമായില്ലല്ലോ. ആ സമയമാകുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത വിധത്തിൽ, അവസരമുണ്ടാകാത്ത വിധത്തിൽ മാത്രമാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം കണ്ണുവച്ചിരിക്കുന്നത്. ടോബി ജോൺസൺ, 24, കോട്ടയം. KB ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് KSRTCയിലും കൂട്ട സ്ഥലം മാറ്റം. കണ്ടക്ടേഴ്സ്, ഡ്രൈവേഴ്സ്, മെക്കാനിക്കൽ ജീവനക്കാർ എന്നിവരെയാണ് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത്. KSRTC CMD ബിജു പ്രഭാകറാണ് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. മെക്കാനിക്കൽ വിഭാഗത്തിൽ 28ഉം കണ്ടക്ടർ വിഭാഗത്തിൽ 41ഉം ഡ്രൈവർ വിഭാഗത്തിൽ 47 പേരെയുമാണ് സ്ഥലം മാറ്റിയത്. നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ കൂട്ട സ്ഥലമാറ്റ ഉത്തരവ് വിവാദമായതിന് പിന്നാലെ KB ഗണേഷ് കുമാർ ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു. 57 പേരുടെ സ്ഥലമാറ്റമാണ് മരവിപ്പിച്ചത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോട്ടയം ഈരയിൽ കടവ് പാലത്തിന് താഴെ അജ്ഞാത മൃതദേഹം. 60 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? ടോബി. വിജിത്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്, ഏകദേശം 6 മണിയോട് കൂടിയാണ് ഈ ഈരയിൽ കടവ് പാടത്തിന് സമീപത്തായിട്ട് ഒരു ആൾ മരിച്ചു കിടക്കുന്ന പോലെ ഒരു മൃതദേഹം കിടക്കുന്നതായി അതിലെ കടന്നുപോയ ചിലർ കണ്ടത്. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ഈ മൃതദേഹം പാടത്ത് നിന്നും കരയ്ക്ക് എത്തിച്ചത്. ഒരു 60 വയസ്സ് തോന്നുന്ന ഒരു പുരുഷന്റേതാണ് മൃതദേഹം എന്നുള്ള പ്രാഥമിക വിവരം മാത്രമേ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൂ. വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചിങ്ങവനം പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ബോംബ് ഭീഷണി. എറണാകുളം ADM ഓഫീസിലാണ് ഭീഷണിക്കത്ത് കിട്ടിയത്. നവകേരള സദസ്സ് കൊച്ചിയിലേക്ക് വീണ്ടും എത്താനിരിക്കുമ്പോഴാണ് ഭീഷണി. തൃക്കാക്കര പോലീസ് അന്വേഷണം തുടങ്ങി. പഴയ കമ്മ്യൂണിസ്റ്റുകളെന്ന പരിചയപ്പെടുത്തലോടെയാണ് മുഖ്യമന്ത്രിക്കുള്ള ഭീഷണിക്കത്ത്. നവകേരള സദസ്സിന്റെ തൃക്കാക്കരയിലെ വേദിയിൽ കുഴിബോംബ് വെക്കുമെന്നാണ് ഭീഷണി. പിണറായി വിജയൻ നാട് മുടിച്ചെന്നും ഇനി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും അയച്ചയാളുടെ മേൽവിലാസമില്ലാത്ത കത്തിൽ പറയുന്നു. തൃക്കാക്കര ADM ഓഫീസിൽ ലഭിച്ച കത്ത് പോലീസിനു കൈമാറി. പ്രാഥമിക അന്വേഷണത്തിൽ കത്തിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. കത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിശദാന്വേഷണത്തിന് കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകി. ജനുവരി 1, 2 തീയതികളിൽ തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിൽ നടക്കുന്ന നവകേരള സദസ്സിന് സുരക്ഷ വർദ്ധിപ്പിക്കാനും പോലീസ് തീരുമാനിച്ചു. 24, കൊച്ചി. വളരെ വേദനാജനകമായ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു. കോട്ടയം നീണ്ടൂരിൽ സ്വകാര്യ ഫാമിലെ കുളത്തിൽ വീണ് 7 വയസ്സുകാരന് ദാരുണാന്ത്യം. കണ്ണൂർ കിള്ളിയാത്ത് സ്വദേശി എയ്ഡനാണ് മരിച്ചത്. വിനോദയാത്രയുടെ ഭാഗമായി ഫാമിലെത്തിയ കുട്ടി കുളത്തിൽ വീഴുകയായിരുന്നു. ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ടോബി ജോൺസൺ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. ടോബി, വിവരങ്ങൾ എന്താണ്? ഗ്രിജിത്ത്, തീർച്ചയായിട്ടും ഒരു ദാരുണമായ സംഭവമാണ് കോട്ടയം നീണ്ടൂരിൽ ഉണ്ടായത്. നീണ്ടൂരിൽ ഒരു സ്വകാര്യ ഫാമിൽ വിനോദയാത്രയ്ക്ക് വേണ്ടി എത്തിയതാണ് ഈ 7 വയസ്സുകാരനും അവരുടെ കുടുംബവും. അതിനിടയിലാണ് ശ്രദ്ധ തെറ്റിയ മറ്റൊരു സ്ഥലത്തേക്ക് ഈ കുട്ടി പോവുകയും കുളത്തിൽ വീഴുകയും ചെയ്തത്. അതിനുശേഷം ഈ കുട്ടിയെ കാണാതായപ്പോൾ വീട്ടുകാരും ഫാമിലുള്ളവരുമെല്ലാം തന്നെ അന്വേഷണം നടത്തിയപ്പോഴാണ് കുളത്തിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ കിള്ളിയാത്ത് സ്വദേശിയായിട്ടുള്ള എയ്ഡനാണ് മരിച്ചത്. 7 വയസ്സാണ് ഉണ്ടായിരുന്നത്. കുടുംബത്തോടൊപ്പമാണ് ഇവർ ഇവിടെ ഈ ഫാമിൽ വിനോദയാത്രയ്ക്ക് വേണ്ടി, വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയത്. കോട്ടയം നീണ്ടൂരിൽ സ്വകാര്യ ഫാമിലെ കുളത്തിൽ വീണ് 7 വയസ്സുകാരന് ദാരുണാന്ത്യം. വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.